ആ പഴയ ആ സ്റ്റൈലെല്ലാം കുറെ എല്ലാം നമ്മൾ മാറ്റും. അല്ല ഉസ്താദ് എല്ലാവരും വരുന്നില്ല, എല്ലാവരും എപ്പോഴും വരാല്ല. എല്ലാവരും വരണമെങ്കിൽ ഫുട്ബോൾ മാച്ച് നോക്കണം. അല്ല എല്ലാവരും വരുന്ന ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ ഏതോ തന്നെ പാട്ട് കൊണ്ടൊരു പാട്ട് പാടിച്ചെങ്കിലേ എല്ലാവരും വരും. ഗൾഫിൽ നിന്ന് പ്ലെയിന് വരെ ടിക്കറ്റ് എടുത്തിട്ട് വരും. ഈന് വരാന് ആദ്യം വേണ്ടത് തൗഫീഖാണ്, അള്ളാന്റെ വേണ്ടകമാണ്. അതുള്ളവർക്ക് ഈനെത്താൻ കഴിയും. കാരണം എന്താ, ഇത് വലിയ ഇബാദത്താണ്, ഇത് വലിയ കർമ്മമാണ്, ഇത് ചെറിയ സംഗതിയല്ല. ഇത് ഇൽമിന്റെ മജ്‌ലിസ്, ഇത് ഇബാദത്തിന്റെ മജ്‌ലിസ്, ഇത് ദിക്റിന്റെ മജ്‌ലിസ്, ഇത് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഇത് സ്വർഗത്തിന്റെ തോപ്പ്, ഇത് മലായികത്തിന്റെ സംഗമസ്ഥലം, പ്രാർത്ഥനകൾക്ക് ദുആകൾക്ക് ഇജാബത്തുള്ള സമയം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളും മറ്റു മഹാന്മാരൊക്കെ മുഅ്മിനീങ്ങളൊക്കെ ആത്മീയമായ നോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ഇതൊരു ഭാഗ്യമുള്ള മജ്‌ലിസാണ്. അപ്പൊ ഇവിടേക്ക് എത്താൻ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കി ഇതിനും കുറച്ചും കൂടി ആൾക്കാർ കൂടും. എപ്പറഞ്ഞ ഒരു 11:40 കെട്ടുപോകുന്ന ടൈമാണ്. ഞാൻ നിങ്ങളുടെ വിഷയം പറയുന്നതല്ല. നിങ്ങൾക്കൊരു വേള ഉള്ള പോലെ ചിലപ്പോൾ ചൂടുവാകും, സാരമില്ല, ഇടയ്ക്ക് ചൂടാകുന്നില്ല. അല്ല നീ ഷീർന്ന് മേങ്ങാനായിട്ട് വരെയും വേണ്ട എന്ന് പറയുന്നില്ല. കാരണം ഇതൊരു വർക്കത്തല്ലേ. ഇനി 15 ഒരാൾ 12:05 വന്നു കൂട്ടിക്കോ, പറയാൻ നിൽക്കണ്ട, കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, ആക്ഷേപിക്കാൻ നിൽക്കണ്ട. നീ എന്താ നിനക്ക് ഇപ്പൊ നേരം വെളുത്തിയാന്ന് ചോദിക്കാനും നിൽക്കണ്ട. അതും ഒരു വർക്ക തന്നെ, അതിന് ബർത്ത് സാരമില്ല. പക്ഷെ അതിനല്ല പറഞ്ഞത് ഇൽമ കേൾക്കാൻ, ദീൽമിന്റെ മജ്‌ലിസ്. ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ, നിങ്ങൾ പലവട്ടവും കേട്ടതുപോലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് ഒരാൾ അവിടെ പോയി മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നു, അല്ലാഹുവിന് ധാരാളം സുജൂദ് ചെയ്യുന്നു എന്ന് കൂട്ടിക്കോ. ആ സുജൂദിനേക്കാളേറെ കൂലിയുള്ള വിഷയമാണ് ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം, ഈ ഇൽമിന്റെ മജ്‌ലിസിലുള്ള ഇരുത്തം. അള്ളാഹിനെ പറ്റി പറഞ്ഞ, അവന്റെ ദീനിനെ പറ്റി പഠിച്ച് മുസ്തഫായ നബി തങ്ങളെ കേട്ട് ഞങ്ങൾ ഇരിക്കുന്ന ഈ മജ്‌ലിസിൽ ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ ഭാഗമാണ്. ഇവിടെയുള്ളവന്റെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. പ്രത്യേകിച്ച് റജബ് മാസമാണ്. അല്ലേ 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 ഇവിടെ റജബന്റെ അല്ലേ മുണ്ടൊന്നുമില്ല. നിങ്ങൾ എന്റെ കൂടെ തന്നെ പോണോ? ബായി വളർന്നിട്ട് കേൾക്കും, ഇത് മറ്റേ പാട്ടല്ല. ആ ഒന്നും ആക്കണ്ട, നിങ്ങൾ വരാണ്ടിരുന്നെങ്കിലേ കുറച്ചു നേരം ഞാൻ വേണ്ടി വരായിക്കൊന്നു ഒരു 1.5 മണിക്കൂർ. ഇടയ്ക്ക് വിശ്വാസം കുറച്ച് ചെയ്യാറ് എന്നെ കേൾക്കണം. ഇത് റജബ് മാസം അല്ലേ? റജബ് മാസം എന്ന് പറയുമ്പോ യുദ്ധം ഹറാമായ മാസം. ജാഹിലിയ കാലഘട്ടക്കാർ പോലും മുസ്തഫായ നബി തങ്ങൾ പ്രബോധനവുമായി വരുന്ന 1400 ആണ്ടുകൾക്ക് മുമ്പുള്ള കാലം, ജാഹിലിയ കാലം, പണ്ടത്തെ കാലം, ആ കാലത്തുള്ള ജനങ്ങൾ പോലും ആദരിച്ച മാസമാണ് ഈ പരിശുദ്ധമായ റജബ്. ഇത് ബർക്കത്തിന്റെ മാസമാണ്. മറ്റു മാസങ്ങളിലൊന്നുമില്ലാത്തൊരു ദുആ, ഒരു ദിക്റാൻ ഈ മാസം പുറന്നത് മുതൽ ഞാനും നിങ്ങളും പ്രത്യേകം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചോനെ റജബിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്തേ കഴിഞ്ഞ മാസത്തിൽ ബർക്കത്ത് വേണ്ട ഞാൻ, മുമ്പത്തെ മാസത്തിൽ ബർക്കത്ത് ഇല്ല ഞാൻ, പിന്നെന്തേ ഈ മാസത്തിൽ മാത്രം ബർക്കത്ത്? അതേ കഴിഞ്ഞ മാസത്തിൽ ബർക്കത്ത് വേണമായിരുന്നു, മുമ്പത്തെ മാസത്തിൽ ബർക്കത്ത് ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഈ മാസത്തിൽ പ്രത്യേകം ബർക്കത്തിനെ തേടുന്നത്. ഈ മാസം ബർക്കത്തിന്റെ കേന്ദ്രമാണ്, ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നിറക്കുന്ന മാസമാണ്, ബർക്കത്തിന്റെ കൂമ്പാരമാണ്. എല്ലാം കൊണ്ടും അല്ലാഹു ബർക്കത്തിന്റെ വാതിൽ മലർക്കെ തുറക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. ഈ റജബിനെ ആദരിച്ചവന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ മഹത്വമുണ്ട്, ബഹുമാനമുണ്ട്. ഞമ്മക്കെന്ത് റജബ്, കാട്ടുകോയിക്ക് എന്ത് സംക്രാന്തി എന്ന് കേട്ട പോലെ ഞങ്ങൾക്ക് റജബും കണക്ക്, ശഅബാനും കണക്ക്. ആരോ ഒരാൾ മുന്നേ വിളിച്ചിട്ട് കേട്ടെന്ന് പറഞ്ഞു, ഉസ്താദ് ഈ കുറി പെരുന്നപ്പാണ്, നോമ്പേ വന്നിട്ട. അയാൾക്ക് പെരുന്നാക്ക് മുട്ടിയിരിക്കും. ഞമ്മക്ക് റജബ്, ശഅബാൻ, റമദാൻ ഒന്നും കണക്കല്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് കേൾക്കണം, ഇത് ഉമ്മമാർ കേൾക്കണോ, പെങ്ങള് കേൾക്കണോ, എല്ലാവരും കേൾക്കണോ? ബൈത്തുൽ മുഖദ്ദസിന്റെ, ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറയുന്നു, എന്താണ് ഇത് ഈ പരിപാടി? എന്ത് ഇത് കേവലം ഒരു ഡ്രാമയാണോ, ഒരു നാടകമാ, അല്ല ഒരു നേർച്ചപ്പെടുന്ന പരിപാടിയാ, അല്ല എല്ലായിടത്തും വെച്ച് നിറഞ്ഞ് ഞമ്മ വെച്ചിട്ട് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയാ? അല്ല, ഇത് ആഖിറത്തിലേക്കുള്ള പരിപാടിയാണ്. ഇത് അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ടുള്ള പരിപാടിയാണ്. ഇത് ഇബാദത്തായ അമലായ പരിപാടിയാണ്. ഇവിടെ കൊടുക്കുന്നതിനും ഇവിടെ ദുആരക്കുന്നതിനും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനും പ്രത്യേകമായ ബർക്കത്തുണ്ട്, ഇജാബത്തുണ്ട്, കൂലിയുണ്ട്. അതാണ് ഈ പരിപാടി. ഇത് കേവലം ഒരു പരിപാടിയല്ല. ഇനി ചില ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, ഈ പുതിയ പുതിയ ആശയക്കാർ. ഓർ പറയലുണ്ട് ഇതെല്ലാം പൈസക്കാക്കുന്ന പരിപാടി. ഓൻ പിന്നെ മണ്ണ് കെട്ടുന്നല്ല വള്ളക്ക്, ഓന് പൈസ, ഓൻ ഇതെല്ലാം പൈസക്കാക്കുന്ന പരിപാടി. പൈസക്കുന്നല്ലേ നിങ്ങൾ മൊയിലാമാർ, പൈസക്കുന്നല്ലേ? മൊയിലാർക്ക് ഇപ്പൊ ഈ പൈസ കിട്ടിയിട്ട് വേണം നാളെ, അല്ല ഈ ചെന്നോനെന്റെ പൈസ വേണ്ടേ? ഓനെന്റെ പൈസ ഇല്ലാണ്ട് നാളെ കഴിഞ്ഞാ
അതെല്ലാം ദീനിന്റെ തമാശയാക്കലാണ്. ഇരിക്കട്ടെ, എന്റെ വിഷയതല്ല. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളെ ആദ്യത്തെ കബീല പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് അല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മാസങ്ങളോളം മുന്നിട്ട് നിസ്കരിച്ച കഅബയാണ് ബൈത്തുൽ മുഖദ്ദസ്. എല്ലാ പ്രവാചകന്മാരും കണ്ടുപരിചയമുള്ളതാണ് ബൈത്തുൽ മുഖദ്ദസ്. ബറകനാ ഹൗലാ, പരിസരം മുഴുവനും അല്ലാഹു തആല ബർക്കത്ത് നിറച്ചിട്ടുള്ള പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. അമ്പിയാക്കളുടെ മഹാന്മാരുടെ ഖബറുകൾ കൊണ്ട് അനുഗ്രഹീതമായ ബൈത്തുൽ മുഖദ്ദസ്. അവിടെ ഒരു പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു. കേൾക്കണം ഇത്. അവിടെ ഒരു സാധുവായ ഒരു പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു. നല്ല പെണ്ണുങ്ങളാണ്. കൂടുതൽ അമലോ അറിവോ എന്തും ഇല്ലെങ്കിലോ, വല്ല ആലിമത്തായ പെണ്ണുങ്ങളല്ലെങ്കിലോ, നല്ലോണം അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണുങ്ങളാണ്. നല്ലോണം ചങ്കിയും നാണത്തോടെ ജീവിക്കുന്ന പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങൾ റജബ് മാസം വന്നെങ്കിൽ പടച്ച റബ്ബേ, ഇത് റജബല്ലേ, ഇത് പരിശുദ്ധമായ ബർക്കത്തിന്റെ മാസമല്ലേ എന്ന് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് റജബ് മാസത്തിൽ സ്പെഷ്യലായിട്ട് കുറച്ച് ഖുർആൻ ഓതും. മറ്റു സമയത്ത് ഓതും, വേറെ സമയത്ത് ഓതും. ഇല്ലാന്നല്ല, ഓതുന്നില്ല എന്നല്ല. റജബ് മാസം വന്നെങ്കിൽ സ്പെഷ്യലായിട്ട് കുറച്ച് ഏറെ ഓതും. മഹാന്മാര് ഇമാം ഖസാലി തങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന ചരിത്രമാണ്. റജബ് മാസം വന്നെങ്കിൽ ഒരു 12 ഖുൽ ഹുവല്ലാഹു അല്ല സ്പെഷ്യലായിട്ട് ഓതും. റജബ് മാസം വന്നെങ്കിൽ 12 ഖുൽ ഹുവല്ലാഹു അത് ഓതണമെന്നത് ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. ആ ഉമ്മാക്ക് അങ്ങനത്തെ ഒരു തോന്നല്, റജബല്ലേ എന്തൊന്നും ഏറെ വേണ്ടേ, അള്ളാഹ് ആദരിച്ച മാസമല്ലേ, ബർക്കത്തിന്റെ മാസമല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഓതും. അങ്ങനെ ഓതുന്ന ആ പെണ്ണുങ്ങള് പിന്നെ ക്രമേണ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു റജബാകുമ്പോ രോഗിയായി, അവശയായി, ക്ഷീണിതയായി, രോഗം അങ്ങനെ കൂടി കൂടി വന്നോ. റജബ് മാസമാണ്. തന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇതെന്റെ അവസാനത്തെ നാളുകളാണ്. ഈ റജബ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ്, ഈ മാസം തീരുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്തോട് വിട പറയും മോനെ. എന്റെ മരണം അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞ്, ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്നെ നീ വല്ല മുന്തിയ കഫം തുണി കൊണ്ടിട്ട് മറപ്പിനെ കഫം ചെയ്യണ്ട. നല്ല തുണിന്റെ കഷ്ടം കൊണ്ടിട്ട് എന്നെ നീ കഫം ചെയ്യണ്ട. ഉള്ളതിൽ വെച്ചിട്ട് വില കുറഞ്ഞ തുണി കൊണ്ടിട്ട്, നല്ലോണം താണ തുണി കൊണ്ടുവന്നിട്ട് എന്റെ മയ്യത്തെ കഫം ചെയ്യണോ, മറമാടണോ. എന്നോട് പിരിശം കൂടിയിട്ട് ഉള്ളതിൽ നല്ല കഫം തുണി കൊണ്ടുവരണ്ട. പിന്നെ മീറ്ററിന് 30 റുപ്യൻ്റെത്, മീറ്ററിന് 10 റുപ്യൻ്റെത്, 2 സൈസിന്റെ തുണി ഉണ്ടെന്ന് വെച്ചോ. ഇതിൽ ഏത് എമൗണ്ട് ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ വെച്ചെങ്കിൽ ആട്ട് ലാസ്റ്റ് അല്ലേ, ഒരു 30 റുപ്യൻ്റെ ഇരിക്കട്ടെ. അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ തല ആട്ടുന്നുമില്ല, മുണ്ടൊന്നുമില്ല, ഞാൻ പണ്ടി തൊണ്ടില്ല അല്ലെ. ഞമ്മ ഉള്ളിൽ കുറച്ച് ചന്താക്കല്ലേ, എന്താ ഏതായാലും തീർന്നു, എനിക്കിപ്പോൾ എന്ത് മേങ്ങാനും ഇല്ല, കൊടുക്കാനും ഇല്ല. അതങ്ങനെ അത് ഇരിക്കട്ടെ, 30 റുപ്യൻ്റെ ഇരിക്കട്ടെ അല്ലേ. ആ ഉമ്മക്ക് അന്ന് അങ്ങനെ എല്ലായിടത്തും അങ്ങനെ, എപ്പോഴും അങ്ങനെ. പക്ഷെ ആ ഉമ്മ പറഞ്ഞത് പറഞ്ഞ മോനെ, എന്നെ നീ അങ്ങനെ എന്തോ ആക്കണ്ട. ഞാൻ പോകുമ്പോൾ ഉള്ളതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ആ തുണി എന്നെ കൊണ്ടുവന്നിട്ട് എന്നെ നീ എന്താക്കി കഫൻ ചെയ്തിട്ട് മറമാടി. ചുരുക്കട്ടെ സഹോദരങ്ങളെ, എനിക്ക് വിഷയം ബാക്കിയിട്ട് ആ ഉമ്മ മരണപ്പെട്ടു പരിശുദ്ധമായ റജബിൽ. ഞാൻ ഇത് പറയുന്നതിനറിഞ്ഞ റജബെന്ത് ഞാൻ അറിയണം ആദ്യം, ഷാബാനെന്ത് ഞാൻ അറിയണം ആദ്യം. അല്ലാതെ കാട്ടുപോയിക്കെന്ത് സംക്രാന്തി ഇത് കേട്ട മാതിരി ഞങ്ങൾക്കെന്ത് ഷാബാന്, ഞങ്ങൾക്കെന്ത് റമദാൻ ഇത് കേട്ടോണ്ടിരുന്നാവല്ല. ഇപ്പോഴും ചില മനുഷ്യന്മാർ കേൾക്കുന്ന ഉസ്താദ് ഇത് ഏത് മാസം, അത് നേരെ വെളുത്തിക്കാം. ഇവിടെ മാസം റജബ് തീരാനായി. മാസം എത്ര നല്ല മാസം, ഇത് ഏത് മാസം എത്ര കേൾക്കുന്ന പിന്നെ എനിക്ക് ഒരു ബേജാറാണ്. എന്റെ ഞമ്മക്കും ചില പാപ്പറാണ് 10, 11 അല്ല. ഉദാഹരണത്തിന് ഇത് ഏത് മാസം നോക്കോണ്ട് ജനുവരി ഫെബ്രുവരി കേൾക്കാലോ. നിങ്ങൾ തപ്പ് നിന്നില്ലേ ഇല്ലേ? ഞമ്മക്കെന്ത്, ഞമ്മ മുസ്ലിം, ഞമ്മ ആധാർ കാർഡിൽ മുസ്ലിമോ, ഐഡന്റി കാർഡിൽ മുസ്ലിമോ, ലൈസൻസിൽ മുസ്ലിമോ. പിന്നെന്ത് മുസ്ലിം? കൽബിലേടെ ഇസ്ലാം, കർമ്മങ്ങളിലേടെ ഇസ്ലാം. കൽബിന്റെ അകത്തെവിടെ ഈമാൻ, മനസ്സിന്റെ അകത്തെവിടെ അല്ലാഹ്? ഇല്ല ഇല്ല, വെറും നാടകമാണ് ഇത്. കേട്ടോ, പരിശുദ്ധമായ റജബിലാ ഉമ്മ പറഞ്ഞതുപോലെ രോഗം അങ്ങനെ കൂടി വന്നു, കലശലായി. പറഞ്ഞതുപോലെ ഉമ്മ മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. നാട്ടുകാരും വേണ്ടപ്പെട്ടവരും മാമോനും കൂടിയിട്ട് ഉമ്മാന്റെ ശേഷക്രിയകൾ നടത്തുകയാണ്, അനന്തര കർമ്മങ്ങൾ ചെയ്യുകയാണ്, മരണാനുബന്ധ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. മയ്യത്ത് കുളിപ്പിച്ചോ കഫൻ ചെയ്യുന്ന നേരത്ത് ആ മോൻ എന്ത് ചെയ്തറിയോ? ഇതെന്റെ ഉമ്മയല്ല, എന്റെ ഉമ്മയല്ലേ, കരളിന്റെ കരളായ എന്റെ ഉമ്മാനെ കാണാനില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഉമ്മാനോടുള്ള പിരിശപ്പാടും മതവും ബഹുമാനവും കാത്തിട്ട് ആ മോൻ എന്ത് ചെയ്തറിഞ്ഞ? ഉമ്മ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായി തുണി കൊണ്ടുവന്ന്, കുറച്ച് മുന്തിയ തുണി തന്നെ കൊണ്ടുവന്ന്. ഉദാഹരണം പറയട്ടെ, നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് മീറ്ററിന് 80 റുപ്യൻ്റെ തന്നെ കൊണ്ടുവന്നിട്ട്, കിതാബിൽ മീറ്ററിന് 80 റുപ്യൻ്റെ ഒന്നുമില്ല. ഞാൻ എനിക്ക് ബാങ്ക് തിരിയട്ട് നടത്തിയിട്ട് അങ്ങനെ പറഞ്ഞേ അല്ലെ, ബാങ്ക് തിരിയാൻ ചെയ്ത് പിന്നെ കുറെ നീട്ടൊന്നുമില്ല. അങ്ങനെ ഉള്ളിൽ നല്ല തുണി ഉമ്മല്ലേ, അല്ലാണ്ട് ഇനി ഒരു തുണി ഉമ്മ കേൾക്കാനില്ലല്ലോ. ഉമ്മല്ലേ. അള്ളാഹു ഞങ്ങളുടെ ഉമ്മ വാപ്പമാർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മ വാപ്പാന്റെ ഖബറുള്ള വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗപൂങ്കാപനമാക്കി കൊടുക്കട്ടെ. ആ ഉമ്മ മരണപ്പെട്ടപ്പോ ഉള്ളതിൽ നല്ല കഫൻ തുണി കൊണ്ടിട്ട് ഓ മർമ്മ
മറമാടി, മോൻ കൊണ്ടുപോയി കബറിൽ മറമാടി. നിറ കണ്ണുകളാട് നാട്ടുകാരെല്ലാവരും ദുആറുന്നു, മോനും ദുആറുന്നു, എല്ലാവരും പിരിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അന്നത്തെ രാത്രി ആ വീട്ടിലതാ മകൻ വളരെ വിഷമത്തോടെ, ഉമ്മാന്റെ വിരഹം, ഉമ്മാന്റെ അഭാവം, ഉമ്മയില്ലാത്ത വീട്, എല്ലാം കൊണ്ടും മനസ്സ് തളർന്നു പോയ ആ മകൻ അന്ന് രാത്രി ഉറങ്ങുമ്പോ ഉമ്മ കിനാവില് വന്നു. ഉമ്മാനെ സ്വപ്നം കണ്ടു. ഉമ്മ വന്നിട്ട് പറയാണ്, പൊന്നുമോനെ, ഞാൻ പറഞ്ഞതിന് നേരെ ഉൾട്ടയാണല്ലോ നീ ചെയ്തത്, എനിക്കത് പൊരുത്തമല്ലോ. ഈ വിഷയത്തിൽ എനിക്ക് നിന്നോട് പൊരുത്തയില്ല, ഈ വിഷയത്തിൽ നിന്റെ കാര്യത്തിൽ ഞാൻ സംതൃപ്തയല്ല, നീ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് പൊന്നുമോനെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ നിന്നെ പൊരുത്തപ്പെടല എന്ന് പറഞ്ഞിട്ടാകുമ്പോ പെട്ടെന്ന് ആ ഉറക്കിൽ നിന്ന് ആ മോൻ ഇഷാറായി. ഉമ്മ കിനാവിൽ വന്നിട്ടാണ് ഇത് പറയുന്നത്. ഇത് കേട്ട് ഇഷാറത്തായ മോന്, ഞെട്ടി ഉണർന്ന മോന് നേരെ ഓടുകയാണ് ഖബർസ്ഥാനിലേക്ക്, പള്ളിപ്പറമ്പിലേക്ക്. അവിടെ ചെല്ലുന്നു. താഴ്ന്ന നിലക്കുള്ള 2 കഷ്ടം 2-3 കഷ്ടം പിന്നെ 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 കഫൻ തുണി കയ്യിൽ കരുതിയിട്ടുണ്ട്. വേറെ കുറച്ച് പിന്നെ ഉമ്മ പറഞ്ഞ പോലെ ചീപ്പ് റേറ്റിനുള്ള തുണിയും കയ്യിൽ പിടിച്ചിട്ട് മോന് ഖബർസ്ഥാനിലേക്ക് ഓടുന്നു. ഓടിയിട്ട് അവിടെ ചെന്ന് കയ്യിലുള്ള കൈകൊട്ടും കൊണ്ട് മൺവെട്ടിയും കൊണ്ട് ഉമ്മാന്റെ ഖബർ മാന്തുന്നു, തുറക്കുന്നു. മണ്ണുകളെങ്ങനെ മാറ്റി, പിന്നീട് താഴെയുള്ള മൂടുകല്ല് ഓരോന്നോരോന്നായി മാറ്റി അങ്ങോട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ മയ്യത്ത് ഖബറിലില്ല. ഇന്നടക്കിയ മയ്യത്താൻ ഒരു ദിവസം പോലും ആയിട്ടില്ല, 24 hours ആയിട്ടില്ല. ഉമ്മാന്റെ മയ്യത്ത് ആരടി മണ്ണിലില്ല, ഖബറിലില്ല. ബേജാറായി വെപ്രാളപ്പെട്ട് പൊന്നാരമോന് തളർന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ശരീരി കേൾക്കുകയാണ്, ഒരു വിളിയാളം കേൾക്കുകയാണ്, ഒരു അദൃശ്യ ശബ്ദം കേൾക്കുകയാണ്. എന്തറിയുമോ കേൾക്കണത്? മോന് കരയണ്ട, നിനക്കറിയില്ലേ റജബ് മാസത്തെ ആദരിച്ച ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ ആണെങ്കിൽ അവരെ മയ്യത്ത് പോലും മണ്ണിൽ കാണലോ, അവർ എത്തേണ്ടടുത്തേക്ക് അള്ളാഹു എത്തിക്കും കേട്ടോ. ഇലാ ഇല്ലീൻ, അള്ളാന്റെ സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനത്താണ്, ഉന്നതമായ ദറജയിലാണ്, വലിയ പോസ്റ്റിലാണ് അവരെ നീ ചൂട്ടുപിടിച്ചിട്ട് തേടിയെങ്കിലും മയ്യത്ത് കാണാല, അവർ എത്തേണ്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് കുഞ്ഞ്. അതിന്റെ കാരണം എന്തറിയാ, കാര്യം എന്തറിയാ? പരിശുദ്ധമായ റജബിന്, അള്ളാന്റെ ബർക്കത്താകപ്പെട്ട മാസത്തിന്, റമളാനിന്റെ മുന്നോടിയായിട്ടുള്ള മാസത്തിന് ആദരിച്ചതിന് അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ അംഗീകാരമാണ്. അതാണ് റജബ്. അപ്പൊ അങ്ങനത്തെ ഒരു മാസത്തിൽ അൽഹംദുലില്ലാ ഞങ്ങളെ കയ്യിൽ വേറെന്തില്ലയും ഇല്ല, ഞങ്ങൾ അള്ളാഹ്ക്ക് കുറെ വിഭാഗത്തെടുത്തോറുമല്ല, എന്നാലും അള്ളാഹു അവന്റെ കൃപ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് തന്നല്ല. മേലായ റബ്ബ് കബൂലാക്കട്ടെ, ആമീൻ ചൊല്ല്, അള്ളാഹു കബൂലാക്കട്ടെ. മരണം വരെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക്, കാര്യങ്ങൾക്ക് ഇഖ്ലാസോടെയുള്ള ഇൽമിന്റെ ഖിദ്മത്തിന് അല്ലാഹു തൗഫീഖ് ഏറ്റി തരട്ടെ. ഇതിന്റെ ഒരംശക്കൂലി അല്ലാഹു ഞങ്ങളെ ഉമ്മാക്ക് വാപ്പാക്ക് എല്ലാ മുഅ്മിന മുഅ്മിനാത്തുകളുടെ അർവാഹുകളിലേക്കും അല്ലാഹു എത്തിക്കട്ടെ. ആമീൻ ചൊല്ലിയല്ലേ അല്ലേ? ചലോ കുറച്ച് വെച്ചുല്ലോ, അപ്പോൾ ഒരു സന്തോഷം. എന്തേ നിങ്ങളെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ ക്ഷീണം മറക്കും. നിങ്ങൾ എന്നെക്കാട്ടിയേറെ പാടിയെങ്കിൽ പിന്നെ ഞാൻ എത്ര പാടണം? ഞാൻ അങ്ങനെയും പാടും. കാരണം എന്താ, ഞാൻ 2 മണിക്കൂർ സൗണ്ട് എടുക്കുന്നത് പെട്രോൾ വീറ്റിട്ടൊന്നും അല്ലല്ലോ. നിങ്ങൾ പയ്യ പോകുമ്പോൾ 15,000 തന്നെങ്കിൽ മോശമില്ല, 25,000 തന്നെങ്കിൽ മോശമില്ല. ഇപ്പൊ 2 മണിക്കൂർ ഞാൻ എന്നെ കേൾക്കിടണം. എന്താ ഏറിയ പൈസ? നിങ്ങൾ സൗകര്യം പോലാക്കി. ഞാൻ തമാശ ചെല്ലിയല്ലേ പറ്റ കുറയ്ക്കുകയും വേണ്ട. അള്ളാഹു താല തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത്. ആമീൻ. അള്ളാഹു ഞങ്ങളെ പരിപാടികളൊന്നും പൈസക്ക് കണ്ടിട്ടാക്കുന്ന ഏർപ്പാടാക്കാതിരിക്കട്ടെ. ആമീൻ. നിങ്ങൾ സലാത്ത് ചൊല്ലുമ്പോ ഹബീബ് റസൂലുള്ളാഹി, മുസ്തഫായ റസൂലുള്ളാഹി, മുർത്തളായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുന്നത് കുറച്ച് ഉച്ചത്തിൽ പറയണോ, മനസ്സുരുകി ആമീൻ പറയുമ്പോ നല്ല റാഹത്തിൽ പറയണോ, നല്ല ഉന്മേഷത്തിൽ വേണം. കാരണം നിങ്ങളെ ഇടയിൽ, നിങ്ങളുടെ ഇടതും വലതും മുന്നിലും പിന്നിലും നീ ചേപ്പിച്ച് എല്ലായിടത്തും അല്ലാഹുവിന്റെ മലായികത്തീങ്ങളുണ്ട്. അവർ വന്നത് വയല് കേട്ടിട്ട് നന്നാവാനല്ല, അവർ വന്നത് നിസാബിന്റെ വയല് കേൾക്കണോന്ന് പറഞ്ഞിട്ടല്ല. ഇത് മുഅ്മിനീങ്ങൾ ഒത്തുകൂടിയ മജ്ലിസാണ്, ഇൽമിന്റെ മജ്ലിസാണ്, ദിക്റിന്റെ മജ്ലിസാണ്, ദുആന്റെ മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ അത്തരം മജ്ലിസുകൾ തേടി പോകുന്ന ഒരു കൂട്ടം മലായികത്തീങ്ങൾ അല്ലാഹുണ്ടെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി, മുസ്തഫൽ വറാ റസൂലുള്ളാഹി. പിന്നെ ഈമാനും ഇഖ്ലാസും ഇല്ലാത്തവർ, അലം കുറഞ്ഞോറ്,
അവർക്ക് പിന്നെ ഈനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, ഈനെ വല്ല കാര്യമാക്കുന്നുണ്ടാവില്ല. കൊച്ചൊക്കെ അണുമണി തൂക്ക ഈമാനുള്ളവർ പുറനാട്ടിന് വരെ വരും. അടുത്ത സൈഡിൽ ഇരുന്നിട്ട് അയാൾ ഇന്നും മുറ്റോടെ ഉമ്മാനോട് ജമ്മത്തിൽ പറഞ്ഞിട്ട് പോകുന്നത് അറിയാല. അയാൾ എപ്പോഴും കൂടെ അല്ല, എനിക്കറിയും. എന്റെ ദീൻ ഇൽമിന്റെ മജ്‌ലിസല്ലേ, കുറെ മുഅ്മിനീങ്ങൾ കൂടുന്നൊരു ജാഗല്ലേ. ഞാൻ ഒന്ന് ദുആരക്കായി എന്ന് കരുതിയിട്ട് മാത്രം വരുന്ന എത്ര ജനങ്ങള്. അള്ളാഹു ഞങ്ങളെ പോക്കും വരവും കബൂലാക്കട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹു ഞങ്ങൾക്ക് ഇഖ്ലാസ് ഏറ്റി തരട്ടെ. പിന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ കൂടണ കാണുന്നില്ലേ? കാസർഗോഡിലെ 2 പരിപാടി കഴിഞ്ഞ്, ഞാൻ ആളെ പേരും പറയുന്നില്ല, പരിപാടി വെച്ചവരെ ഡ്രസ്സും ചെല്ലില്ല, എന്നെ കാട്ടി ഇറങ്ങിക്കറിയും. ചില പന്ന് വെങ്ങ ടിക്കറ്റ് ഇപ്പോഴും ഗീസലുണ്ടാവും. ചിരിക്കുന്ന ആളുടെ ഡൗട്ട് ഉണ്ട്, ഗീസലുണ്ടാവല്ലേ? ഇരിക്കട്ടെ, നാളെ സിറാത്ത് പാലം കിടക്കുന്ന നോക്കാം, കാണിച്ചിട്ടാണ് എന്തായി. അല്ലാണ്ട് അവിടെ പോയാൽ ആരാ? ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞ് ന്യൂ ഇയർ ഞമ്മ ചെന്ന മാത്രമേ എല്ലാ ഇയറും ന്യൂ തന്നെ. ഞമ്മ ഓരോ ഇയറും വരുമ്പോ ഞങ്ങൾ 4 സ്റ്റെപ്പ് കബറിലേക്ക് അടുക്കുന്നതാണ് അല്ലേ? ഞങ്ങൾ ആയുസിന്റെ ഓരോ നിമിഷങ്ങളും കുറയുന്നതാണ്. ഇനി ജീവിച്ചത്ര ജീവിക്കാൻ നമുക്ക് ആർക്കുമില്ല. നമ്മൾ ഓരോ നടത്തവും കബറിലേക്ക് कहती है रोज़े आकर ये काम करने वालों. ഓരോ മനുഷ്യനോടും സൂര്യൻ വന്നിട്ട് പറയുന്നെന്തറിയാ? ഓരോ ദിവസവും സൂര്യനെ ഉദിച്ചിട്ട് മനുഷ്യനോട് പറയുന്നെന്തറിയാ? ഏ മനുഷ്യ, ഞാൻ ഇന്ന് സുബഹിന്റെ പുതിയൊരു പ്രഭാതമാണ്, പുതിയൊരു നാളാണ്, പുതിയൊരു തിങ്കളാഴ്ചയാണ്, പുതിയൊരു വെള്ളിയാഴ്ചയാണ്, പുതിയൊരു റജബാണ്, പുതിയൊരു ജനുവരിയാണ്. കഴിഞ്ഞ റജബല്ല, കഴിഞ്ഞ ജനുവരിയല്ല, കഴിഞ്ഞ തിങ്കളാഴ്ചയല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, ഇത് പുതിയതാണ്. അനാ ഖൽഖുൻ ജദീദ് ഫതസവ്വദ് മിന്നീ ഫഇന്നീ ലഊദ. ഞാൻ പുതിയൊരു പ്രഭാതം, പുതിയൊരു നാള്, അതുകൊണ്ട് നീ കിട്ടിയനെ മുതലായിക്ക, ഉപയോഗപ്പെടുത്തിക്ക. നിസ്കരിച്ചോ, നോമ്പ് നോറ്റോ, മറ്റവർക്ക് ഉപകാരം ചെയ്തോ, കണ്ണിനെയും നാവിനെയും നിയന്ത്രിച്ചോ. ഒരാളെ പരദൂഷണം പറയണ്ട, നീ ഒരു നമീമത്തുകാരനാകണ്ട. ഒരാളെയും ഗീബത്ത് പറയണ്ട, കുറ്റങ്ങൾ എണ്ണി നടക്കണ്ട. നാണമില്ലാതെ, ചങ്കിയില്ലാതെ, ലജ്ജയില്ലാതെ നടക്കണ്ട. ആണാവട്ടെ പെണ്ണാവട്ടെ, ലജ്ജ എന്നത് ഈമാനാണ്. അത് പെണ്ണിനെ സംബന്ധിച്ചോടത്തോളം അലങ്കാരമാണ്, ആഭരണമാണ് അല്ലേ? നമ്മളെ പെണ്ണിന് എത്ര ലജ്ജ ഉണ്ട്, നാണം ഉണ്ടെന്ന് നമുക്കറിയാം. ഉസ്താദിനെ കാണുമ്പോ ബുർക്ക 3 ഇടുന്നു, 1 അല്ല 3 കണ്ണിലേക്ക്. ഉസ്താദ് പോട്ടില്ല. ആ വെള്ളി വിൽക്കുന്ന ബംഗാളിയാ അല്ലെങ്കിൽ സിൽവർ വിൽക്കുന്ന തമിഴാനാ പറ്റില്ല. അവിടെ പോയി നമ്മളെ ചങ്കിയും ഈമാനും ഇസ്ലാമും ശരിയല്ല. ഈമാനും ഇസ്ലാമും അതിന് ജാഗ, സ്ഥലം, സ്പേസ്, ബോർഡർ എന്ന് കണക്കില്ല. എല്ലായിടത്തും നിങ്ങൾ നോക്കൂ. ഈടെ വയലിന് കേൾക്കാൻ വരുന്ന ഓരോരോ പെണ്ണുങ്ങളെല്ലാം പോലെ വയ്യ പോകുമ്പോ ചൂടാണെന്ന് നമുക്കറിയാല. ശങ്കര് പറയട്ട് ബെന്ന കോലങ്ങനെ ഞാൻ കയ്യിൽ പറ, കാലിൽ പറ, മൂക്കിലൊക്കെ കൂടി പറ. നോക്കാം, നാളെ കുമ്പളക്ക് പോട്ടില്ല, കോളേജിൽ പോവാം. ഇവിടെ പറഞ്ഞ ഉസ്താ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നില്ലേ? നിങ്ങളെ മോൾ പോകുന്ന എങ്ങനെ ട്രെയിനിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഓരോ ബജാറിൽ നിൽക്കുന്ന കോല നിങ്ങളെ കാണുന്നില്ലേ? പിന്നെ ഉസ്താദ് പറയാം, ഉസ്താദിന്റെ മേക്കിട്ട് കയറണം. ചങ്കി എന്നത് പോയി. ഓരോ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴോ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ട്വിറ്റർ ആകട്ടെ, ഏത് മണ്ണാകട്ടെ ആവട്ടെ, അവിടെയെല്ലാം ശരീരത്തിന്റെ മേനിയടക്ക് കാട്ടി, സൗന്ദര്യം കാട്ടി, തൊലിയുടെ നിറം കാട്ടി, വെളുപ്പ് കാട്ടി, തുള്ളിച്ചാടുന്നത്, റീൽസ് ഇടുന്നത്, പാട്ടുപാടുന്നവരിൽ ഏറെയും ഞങ്ങളെ പെണ്ണ്, ഞങ്ങളെ ഉമ്മ. കിളവി പോലും എന്താ പാട്ട് അല്ലേ? മരിക്കാനായി 3 ദിവസമുള്ള മൂക്കിലൊക്കെ വരച്ച് വെക്കാൻ, അതിന്റെ ഇടയിലും തമ്മു പിടിച്ചിട്ട് ബാക്കി നോക്കണം. ഇന്നലെ കണ്ടൊരു വീഡിയോ, ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിപ്പോയി. മനുഷ്യരല്ലപ്പ നോക്കുമ്പോ എന്നിട്ട് യാതൊരു ശ്വാസം പോകാൻ വേണ്ടി ഇയാൾ മൂക്കിലൊക്കെ വൈപ്പിട്ടു, അവിടുന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കാൻ പറയുന്നതല്ലേ? ഈ ചിരിക്കാൻ പറയുന്ന ഒരു വസ്തുതയാണ്. നാണയില്ല. ചങ്കി എന്നത് പോയി. എന്റെ ഈ സമുദായം ഇങ്ങനെയായ പറഞ്ഞൊരു വാക്കുണ്ട്, ഓരോ മതങ്ങൾക്കും അവരുടേതായ സംസ്കാരമുണ്ട്, കൾച്ചറുണ്ട്, സ്വഭാവ നിയമങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടയാളം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കൾച്ചർ, സ്വഭാവം അൽഹയോ, അത് ലജ്ജയാണ്, നാണമാണ്, ചങ്കിയാണ്. അന്യവരുടെ മുമ്പിൽ കാണരുത്. പരപുരുഷന്മാരുടെ മുമ്പിൽ ദർശനമോ സ്പർശനമോ പാടില്ല. സ്വന്തക്കാരുടെ മുമ്പിൽ മാത്രം. നിങ്ങൾ നോക്കൂ, ആണുകളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും വേണമെന്നാണോ?
ഞങ്ങൾക്കും വേണം ചങ്കി. ഇപ്പൊ ചില ആണുങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ പിന്നെ ചെല്ലണ്ട, ഇപ്പൊ പിന്നെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഭയങ്കര ജഗപോക്ക് ജയിച്ചിട്ടെല്ലാം വന്നിട്ടാകുമ്പില്ലേ പലയിടത്തും നിന്നത് നമ്മളെ പെണ്ണുങ്ങ. കാരണം അവർക്ക് അതല്ലാണ്ട് നിൽക്കാനാകുന്നില്ല. ആണുങ്ങ സറ്റ് തുന്നിച്ചിട്ട് കാര്യമില്ല, അവിടെ ഓളെ നിൽക്കണം. അങ്ങനത്തെ ജാഗ അത് നിയമം, അത് നമ്മൾ റെസ്പെക്ട് ചെയ്ത് സാരമില്ല. പക്ഷെ ജയിച്ചെങ്കും തോറ്റെങ്കും പജ വന്നിട്ട് ഉള്ളവർക്കെല്ലാം കൈ കൊടുക്കുന്ന ഇനിയായിരുന്നു. മുഖ്യമന്ത്രിക്കും MLA-ക്കും കൂടെ ഉള്ള തങ്ങൾക്കും ഉസ്താദിനും നീ ചിരിക്കുന്നുണ്ട്. വാട്സപ്പ് നോക്കുന്ന ഞാൻ ആര് കൈ കൊടുക്കുന്നേറ്റ് കൊടുക്കാൻ സംഗതി പാടുണ്ട. ഹറാമല്ലേ, ഹറാമല്ലേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം തങ്ങളുടെ നാല് മുക്രിമാരുടെ കൂട്ടത്തിലെ രണ്ടാമനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. അന്ധനാണ്, രണ്ട് കണ്ണിനും കാഴ്ചയില്ല. അയാൾ എല്ലാ ബാങ്കും മിക്കവാറും കൊടുക്കും. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ജൂനിയർ ആയിരുന്നു. സുബ്ഹി ബാങ്കിന്റെ സമയത്ത് മാത്രം മഹാന് വരില്ല, കാരണം കണ്ണിന് അന്ധത. നിസ്കാരത്തിലൊക്കെ സമയം ബാങ്കിന് ചിലപ്പോൾ മിസ്റ്റേക്കാണ്. ഇരിക്കട്ടെ, നമ്മളെ വിഷയം അതല്ല. ആ മഹാനോട് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാം. ആ വരുന്ന സമയത്തുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിച്ചപ്പെട്ട പെഞ്ഞായിമാരാകുന്ന ഭാര്യമാരാകുന്ന മുസ്തഫായ നബി തങ്ങളുടെ പ്രിയങ്കരികളായ വൈഫുമാരാകുന്ന ആയിഷ ബീവിയും ഹഫ്സ ബീവിയും അവിടെ ഇരുന്നിട്ട് നബി തങ്ങളോട് സംസാരിക്കുകയാണ്. മുസ്തഫായ നബി തങ്ങളോട്, നബി തങ്ങൾ അവരുടെ ഭർത്താവാണ്, സംസാരിക്കാലോ ആവാലോ എന്നല്ല, സംസാരിക്കണമല്ലോ, കുശലം പറയണമല്ലോ, പരസ്പരം മിണ്ടണമല്ലോ. അത് ഭാര്യ ഭർത്താക്കന്മാരാണ്, മാപ്പിള പെഞ്ഞായിമാരാണ്. ആ സമയത്താണ് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത, ഇരുട്ടെന്ത് വെളിച്ചമെന്ത് രാത്രിയേത് പകലേത് എന്നറിയാത്ത മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വീട്ടിലേക്ക് പമ്മി വരുന്നു. അങ്ങനെ പതുങ്ങി വന്ന് മുസ്തഫായ നബി തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടുന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. സലാം പറഞ്ഞിട്ട് കടന്നു വന്നപ്പോ മുസ്തഫായ നബി തങ്ങള് അവിടെയുള്ള രണ്ട് പെണ്ണുങ്ങളാകുന്ന ബാല്യക്കാർത്തികളാകുന്ന അതേ നബി തങ്ങളെ ഭാര്യമാരാകുന്ന ഹഫ്സയോട്, ആയിഷ ഉമ്മയോട് അവിടെ നിന്ന് പറഞ്ഞു, അല്ല ആയിഷ, ഹഫ്സ, ഇവിടെ നിന്നൊന്ന് മാറണേ, ഒന്നുള്ളക്ക് പോണേ. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം വരുന്നുണ്ട്. ആണാണ് അയാൾ, പുരുഷനാണ് അയാൾ. പുരുഷനാണ് എന്നതിനേക്കാൾ ഉപരി പുരുഷനാണ് എന്നതോടൊപ്പം അയാൾ നിങ്ങൾക്ക് അന്യനും കൂടിയാണ്. ഞങ്ങളെ ഇപ്പൊ കൗമിന് അന്യരും ചെലുത്തില്ല, എല്ലാം ഖസീൻ. അതെന്റെ ഖസീൻ. എല്ലാ ആണുങ്ങൾ 86 ആണുങ്ങളുള്ള വാട്സപ്പിന്റെ അടിമിനുവാ ആരി മറിയാം. ഞങ്ങൾ ഖസീന്, എല്ലാം ഖസീൻ. എന്ത് ഖസീന്? നിന്റെ സ്വന്തം മാപ്പിളുടെ അഞ്ചനക്ക് കാണാൻ പറ്റോ? ഇസ്ലാമിന്റെ ശറഅ് പ്രകാരം എത്ര കർശനമാണത്? എന്റെ പാടില്ല. അവിടെ ചിലപ്പോ എന്തെങ്കിലും അവിഹിതങ്ങൾ സംഭവിച്ചേക്കാം. ഹറാമിയത്തിന് പക കാണുന്നില്ല നിങ്ങൾ എന്തെല്ലാം മറിമായങ്ങൾ ലോകത്ത് ഇപ്പൊ കണ്ടില്ലേ? സോഷ്യൽ മീഡിയയില് 4-5 നാളായില്ല ഒരു പെണ്ണ്, ഗൾഫുകാരനായ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിരുന്ന നാട്ടിലുള്ള ഒരു പെണ്ണ് അല്ലേ, 2-3 മക്കളെ ഉമ്മ സുബ്ഹാനല്ലാഹ്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. ആദ്യം പോകുമ്പോൾ ചെറിയൊരു കിടാനെ കൊണ്ടുപോയി, ബാക്കി 2 കിടാളെ ആൾക്കിട്ട് പോയി. പിന്നെ അവസാനം എന്തായി? ഓന്റെ എല്ലാ തിരികട മനസ്സിലായി. കൊണ്ടുപോയ മോളെ സുഖിക്കാനും വേണ്ടി മാത്രം യൂസാക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ആ സ്നേഹം കാപട്യമായിരുന്നു, ആ പ്രണയം വഞ്ചനയായിരുന്നു എന്ന് ഇവൾ തിരിച്ചറിഞ്ഞത് പയ്യെ. അപ്പോഴാണ് മാപ്പിളുടെ വില മനസ്സിലായ. ആർക്ക് വേണം? ഇനി ഏത് മാപ്പിളക്ക് വേണം? ഇനി ഏത് നാട്ടുകാർക്ക് വേണം? കുറ്റബോധം തോന്നിയ പെണ്ണ് സുബ്ഹാനല്ലാഹ് ഈ ലോകത്തോട് വിട പറഞ്ഞു, ആത്മഹത്യ ചെയ്തു. ശ്രദ്ധിക്കണം, കണ്ടവരോടെല്ലാം കണ്ടാന്ന് പറയണത് അതുകൊണ്ടാ. പലതും പലപ്പോഴും സംഭവിച്ചേക്കാലോ. മനുഷ്യരല്ല, പ്രത്യേകിച്ച് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ കാന്തം പോലെയാണ്, അയസ്കാന്തം പോലെയാണ്, മാഗ്നറ്റ് പോലെയാണ്. അവിടെ പ്രത്യേകമായ ഒരു പവർ ഉണ്ടാകും. അതാണ് ശൈത്താൻ. നിങ്ങൾ നോക്കിയാല, ഞാനും ഓളും മംഗളത്തിന് പോകുന്നത് കൂട്ടിക്കോ. ഞങ്ങൾ രണ്ടാളും മുണ്ടും തന്നെ 3 ഇഞ്ച് അപ്പുറം നിന്നിട്ട് നീ ബാങ്കേറും ഞാൻ വന്നോണ്ട് മുണ്ടും തന്നെ ഒരു സ്വാദൊന്നും ഇല്ല. കടല വെള്ളത്തിൽ വീണ മാതിരി ഇത്തിരി വീങ്ങിയിട്ടല്ല ഉണ്ട് രണ്ടാളെ മുഖവും ഇത്തിരി വീങ്ങിയിട്ടുണ്ടോന്നു. ദജ്ജാലിനെ പോലെ ഉണ്ടോ, ഭദ്രകാളി പോലെ ഉണ്ടോ? അങ്ങനെ പോകുമ്പോ കാണു പയ്യ നോക്കുമ്പോ ഓളെ എളാമാന്റെ മോളെ മോവ അതിൽ പോന്നാണ്. അവിടെ എത്തുമ്പോ ഞാൻ എന്ത് ഹാപ്പി. ഇത്ര നേരം കാപ്പി കളിച്ചുണ്ടോ ഓളകത്ത് പോകുമ്പോ? അവിടെ ആരത് എന്റെ അവിടെ നിന്റെ പിരിഞ്ഞേ? നിന്റെ പിരിഞ്ഞല്ല, അവിടെ ഒരുത്തൻ പിരിച്ചതാണ്. അവന്റെ പേരാണ് ഇബ്ലീസ്. നിങ്ങൾക്ക് മുണ്ടുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാണല്ലോ അവന്റെ. നല്ലോണം ശ്രദ്ധിക്കണം. പകരം ഇർട്ടായിട്ട് ഇങ്ങനെ കടപ്പുറം ചുറ്റാനും ബീച്ച് ചുറ്റാനും റോഡ് സൈഡിൽ പോകാനുള്ളതല്ല. ആണുങ്ങളും പെണ്ണുങ്ങൾക്കും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പോയി കുറച്ച് നേരം സംസാരിച്ചോളി. ഇതെന്ത് നീ ഇങ്ങനെ ആകാശം കാണാൻ വേണ്ടി കടപ്പുറത്ത് പോകണു?
അവിടെ ആരുണ്ട്? നിനക്ക് നാളെ മരിക്കണ്ടേ? ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണില് നിനക്ക് നാളെ കിടക്കണ്ടേ? കേട്ടോ, മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സയോട് ആയിഷയോട് പറഞ്ഞു, ഉള്ളിലേക്ക് പോ. ഒരു ആണായി പിറന്നവനാ വരുന്നത്, ആണാ വരുന്നത്, പുരുഷനാ വരുന്നത്. ഉള്ളില് പോന്ന് പറഞ്ഞിട്ടാകുമ്പോ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സംഘാടകർ അപ്പുറം മുണ്ടിക്കോളി, അല്ലാത്തവരെല്ലാം ഇരുന്നോളി. അല്ലാത്തവരെല്ലാം ഇരിക്കണം. ആവശ്യമുള്ളവരെല്ലാം ഉണ്ടോണോ, വിഷയാക്കണോ, എഴുതണോ, എഴുതാൻ വേണ്ടിയിട്ട് വിളിക്കണോ, എല്ലാം ആക്കണോ, അതിനൊന്നും ഞാൻ തടസ്സമില്ല. അല്ലാതെ ഇങ്ങനെ പോയോണ്ടും വന്നോണ്ടിരിക്കുന്ന ഇത് ക്രിക്കറ്റ് മാച്ച് ഒന്നുമല്ല. ഇതിനൊരാദവും ബഹുമാനലും ഉണ്ട്, അത് ഫോളോ ചെയ്യും. കാരണം ഈ ഇരുത്തം ഇത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള ഒരു അമൽ, ഒരു ഇബാദത്ത്. ഇരുന്ന കോലം നോക്കണ്ട, ഈ ഇരുത്തത്തിന് 1000 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. മേലായ റബ്ബ് കബൂലാക്കട്ടെ, മേലായ റബ്ബ് കബൂലാക്കട്ടെ. അള്ളാഹു ആഖിറത്തിൽ ഉപകാരപ്പെടുത്തട്ടെ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വലിയ ഉപകാരം ചെയ്യട്ടെ. അവരോട് പറഞ്ഞെന്തറിയാ, ഉള്ളൊക്കെ പോ, ആണ് വരുന്നുണ്ട് എന്ന്. അപ്പൊ ഓറ് നബിയോട് കേട്ട്, നബിയെ അയാൾ വന്നെങ്കിൽ എന്താ കണ്ണാണെന്നില്ലല്ലേ? ആര് കേട്ടെ? ആര് കേട്ടെ? നബി തങ്ങളെ ഭാര്യമാർ, അവർ ലോകത്തെ ഏറ്റവും നല്ലവരല്ലേ? അവർ ഈ ലോകത്തിന്റെ ഉമ്മമാരല്ലേ? മുഅ്മിനീങ്ങളുടെ ഉമ്മമാരല്ലേ? അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ് എന്നതിൽ സംശയമില്ലല്ലോ. അവരെ പറ്റി നമ്മ തെറ്റിദ്ധരിക്കാനേ പാടില്ല. അവർ മോശക്കാരാണ് എന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്, നീ ഇസ്ലാമിന്റെ ഈൽ നിന്ന് പുറത്താണ്, നീ മുർത്തദാൻ. അങ്ങനെ ധരിക്കാനേ പാടില്ല. അത്രയും നല്ലവരായ ശുദ്ധമതികളായ വിശുദ്ധമതികളായ ആ മഹദികളെ, ആ നാരീമണികളായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേട്ട്, പൊന്നാര നബിയേ, ഞങ്ങൾ ഇരുന്നെടുത്ത് എണിക്കണോ, ഞങ്ങൾ ഉള്ളൊക്കെ വേണോ? അയാള് വന്നെങ്കെന്തേ ഞങ്ങളെ കാണുന്നില്ലാലോ, അയാൾക്ക് കണ്ണ് കാണാൻ മേല, അയാള് കുരുടനാണ്. സൗണ്ടെല്ലാം റാത്തല്ലേ? തൊട്ടുണ്ടാ? ആര് വന്നു? നല്ല കറക്റ്റ് ഉണ്ട്, മാഷാ. ഈ പെണ്ണുങ്ങളുടെ ഭാഗത്തെ സൗണ്ട് ഒന്ന് ക്ലിയർ ഉണ്ട്, അതൊന്ന് കേട്ട്. കാരണം ഈ കിടാക്ക ചിലപ്പോൾ നടക്കുന്നത് കൊണ്ടല്ലേ, ചിലപ്പോൾ കേബിളല്ല അഭിപ്രായമുണ്ട്. അത് അവർക്ക് പിന്നെ നമ്മളെ പോലെ ചെല്ലാനും ആകുന്നില്ല. കാരണം നമ്മളെ പെണ്ണുങ്ങൾ കുറച്ചൊക്കെ നാണവും ചെങ്കിയലുള്ളൂ ആൾക്കാരാണ്. അപ്പൊ ആണുങ്ങളെ പോലെ ഈടെ കേൾക്കുന്നില്ല, ഈടെ സൗണ്ട് ഇല്ല എന്ന് കുറിച്ച് ചെല്ലൂല്ല. മുറുപൈ ചെന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് 12:40 11 ബക്കറ്റ് മുമ്പ് എനിക്ക് എന്ത് കേട്ടിട്ടാ. അപ്പൊ അതൊന്നെ ഒന്ന് കെയറായിക്കോളണം. ഇപ്പൊ എന്ത് പ്രശ്നമില്ല, റാത്തുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് അറിയിച്ചോളി, ഇൻഷാ അല്ലാഹ് നമുക്കിത് പരിഹരിക്കാം. വേറെ എന്തോ അപ്പുറം എന്തോ തൊട്ടുണ്ട, തിരിഞ്ഞാ ഉള്ളത് മതി. അള്ളാഹു കബൂലാക്കട്ടെ. ഇതാ നിങ്ങളെ ഈ ഇടക്കിടക്ക് ഓരോന്ന് ഇങ്ങനെ ചെല്ലുമ്പില്ലേ, നമ്മളെ വിഷയം തന്നെ പോകുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ അതിനെന്നായിട്ട് റെഡി ആയിട്ട് വന്നില്ല. നമ്മൾ കമ്പ്യൂട്ടർ ഒന്നും അല്ല, നമ്മൾ സുബൈ ഇതിനെന്നെ ഇരുന്നിട്ടുണ്ട്. ദീനല്ലേ, എന്തെങ്കിലും ചൊല്ലാൻ കഴിയോ മൈക്കൊണ്ട് ചെല്ലിട്ട്? അല്ലാണ്ട് നമ്മളെക്കാളും അറിവുള്ള ആലിമീങ്ങളല്ലേ. അല്ലാഹു തആല അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. അല്ലാഹു ഇൽമിൽ സിയാദത്തും ബർക്കത്തും നൽകട്ടെ. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഉള്ളക്ക് പോയി. അപ്പോൾ ഓർ കേട്ട്, നബിയെ എന്തിനു ഞങ്ങൾ ഉള്ളക്ക് പോകുന്നത്? അയാൾക്ക് കണ്ണാണെന്നില്ലല്ലേ? കേട്ട് ഞങ്ങൾ ഇതിന് ഉള്ളക്ക് പോണോ? അപ്പൊ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടൊരു ചോദ്യമുണ്ട്. ആയിഷ, ഹഫ്സ, അവ ഉമ്മവാനി, നിങ്ങൾ രണ്ടാളെ കണ്ണുപൊട്ടിനാ, നിങ്ങൾക്ക് അയാളെ കാണാലോ. അയാൾ ശരി കാണുന്നില്ല, നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾക്ക് അയാളെ കാണുന്നില്ലേ? എന്നാ പാടില്ല, ഇങ്ങനെ അങ്ങോട്ടും പാടില്ല, അങ്ങനെ ഇങ്ങോട്ടും പാടില്ല. കാണരുത്, അന്യരെ കാണരുത്, അന്യപുരുഷന്മാരെ കാണരുത്, അന്യപുരുഷന്മാർ സ്ത്രീകളെയും കാണരുത്. അത് ഉസ്താദായാലും ഹോജരാജാവായാലും തങ്ങളായാലും, അത് ഇലക്ഷനിൽ തോറ്റാലും ജയിച്ചാലും, അത് മലയാളി ആയാലും മറാഠി ആയാലും മുസ്ലിം ആണോ, വിധി ഒന്നു തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ മറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ റജുലിൻ മിനൽ അൻസാർ. മുസ്തഫായ നബി തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. ഒരു കൂട്ടം അൻസാരികളായ സഹാബികള്, അവരിൽപ്പെട്ട ഒരാള് അവിടെ അതാ ചങ്കിനെ സംബന്ധിച്ച് വയലു പറയുകയാണ്. മുസ്തഫായ നബി തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ അവിടെയുള്ള ഒരാള് അയാളെ കൂട്ടുകാരനോട് ലജ്ജ, നാണം, ചങ്കി, ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ വയലു പറയുന്നുണ്ട്. അതങ്ങനെ ഇങ്ങനെ വയലു പറയുന്നുണ്ട്. അപ്പോഴാണ് നബി തങ്ങളുടെ പാസാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്നു അയാളോട് ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, ഫഖാലൻ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മതി, നിന്റെ വയലു മതി, ഒന്നും പറയണമെന്നില്ല, കുറെ അനുഭവങ്ങൾ പറയേണ്ടതില്ല, കുറെ ചരിത്രങ്ങൾ വേണ്ട. അൽ ഹയാഉ മിനൽ ഈമാൻ, അത് ഈമാനിൽ പെട്ടതാണ്. ഹയായില്ലേ, നാണമില്ലേ, ചങ്കിയില്ല, ലജ്ജയില്ലേ, എന്നാ നിനക്ക് ഈമാനില്ലോ. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. അറിയോ നിങ്ങൾക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഇങ്ങോട്ടൊക്കെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം
ഷർട്ട് ഊരുന്ന സമയത്ത് പോലും, കമീസ് ഊരുന്ന സമയത്ത് പോലും, വസ്ത്ര ഉടയാടകൾ മാറുന്ന സമയത്ത് പോലും, കുളിച്ചിട്ട് തലതോർത്തുന്ന നേരത്ത് പോലും, ശരീരം ഇങ്ങനെ തേച്ചുരച്ച് കഴുകുന്ന നേരത്ത് പോലും തന്റെ ശരീരത്തിന്റെ ഭാഗം കണ്ടിരുന്നില്ല ചങ്കിച്ചിട്ട്. യാ അല്ലാഹ് എന്റെ പള്ള, യാ അല്ലാഹ് എന്റെ തൊക്ക്, യാ അല്ലാഹ് എന്റെ നടു ശരിയല്ല, ഞാൻ നോക്കുന്നത് ശരിയല്ല എന്ന് സ്വന്തം തടി നോക്കിട്ടാ. ആര്? മൂസക്കുഞ്ഞല്ല നോക്കി, നോക്ക ബാക്കിയില്ല. ഇനി മൂസക്കുഞ്ഞ് നോക്കാൻ ബാക്കി എന്തല്ല? മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ അലി റളിയല്ലാഹു അൻഹു, അവർക്ക് പറയുക അലി റളിയല്ലാഹു അൻഹു. എല്ലാ മഹാന്മാരെ പേര് വെക്കുമ്പോഴും നമ്മൾ റളിയല്ലാഹു അൻഹു, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അലൈഹിസ്സലാം എന്നൊക്കെ ചൊല്ലും അല്ലേ അല്ലേ. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ദുആ പറയലുണ്ട്. ഒരു സംഗതി എന്ത്? കറമല്ലാഹു വജ്ഹഹു, മഹാനരുടെ ശരീരത്തെ അല്ലാഹു ആദരിക്കട്ടെ, അല്ലെങ്കിൽ അല്ലാഹു മഹാനരുടെ ശരീരത്തെ ആദരിച്ചിട്ടുണ്ട്. എങ്ങനെ ആയിക്കോട്ടെ. എന്താ സ്പെഷ്യലായിട്ട് ഒരു ദുആ അലി അള്ളാന്റെ പേര് വെക്കുമ്പോൾ? എന്താ സിദ്ദീഖ് റളിയല്ലാഹു കറമല്ലാഹു വജ്ഹഹു, ഉമർ റളിയല്ലാഹു കറമല്ലാഹു വജ്ഹഹു, സഅദ് റളിയല്ലാഹു കറമല്ലാഹു വജ്ഹഹു, ടിപ്പു സുൽത്താൻ കറമല്ലാഹു വജ്ഹഹു, ബാഫഖി തങ്ങൾ കറമല്ലാഹു വജ്ഹഹു എന്നാലും പറയലുണ്ട്. നിങ്ങളുടെ കൂടെ ഇല്ലേ? നിങ്ങൾക്ക് ഷീറിന് നല്ലോണം മണത്തിനാണ് തങ്ങ ചെല്ലു പോലെ ആയി. ടൈമായി. നിങ്ങൾക്ക് മാത്രമല്ല എനക്ക് മണത്തിന് സമയമായി. ഇതാ 11 കഴിഞ്ഞ് 11:10. ഞാൻ നിന്നിട്ട് 1 മണിക്കൂറാവാനേ. എത്ര സ്പീഡ് നോക്കിയാലോ. അന്ത്യനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം ഭയങ്കര സ്പീഡിലാണ് സമയത്തിന്റെ പോക്ക്. ഓരോ നിമിഷങ്ങളും മണിക്കൂറുകളും ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതെ, അത് ലോകമെടുത്തു, അവസാനമെടുത്തു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹി ഹബീബുൽ വറാ റസൂലുള്ളാഹി മുസ്തഫായ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞേ, എന്റെ അലി റളിയല്ലാഹുവിന്റെ പേര് വെക്കുമ്പോ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയാൻ കാരണം അറിയോ? പണ്ഡിതന്മാർ ഇതിന് പല സബബുകളും കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞാൽ മഹാനരുടെ ശരീരത്തെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. മഹാനരുടെ ശരീരത്തെ അല്ലെങ്കിൽ മുഖത്തെ അല്ലാഹു ബഹുമാനിക്കട്ടെ, ആദരിക്കട്ടെ എന്നിങ്ങനെയുള്ള അർത്ഥമുള്ള കറമല്ലാഹു വജ്ഹഹു എന്ന് പറയാൻ കാരണം പറഞ്ഞാൽ അതിന് കുറെ ന്യായങ്ങളും പിന്നെ സൊല്യൂഷനുകളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞാൽ മഹാനർ ജീവിച്ച് മരിക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് സ്വന്തം ഗുഹ്യസ്ഥാനം നോക്കിയിട്ട. അത്ഭുതല്ലേ? ആരാന്റെ ഗുഹ്യസ്ഥാനല്ല ഞമ്മ നോക്കൂ. ആരാന്റെ നോക്കാനായിട്ട് നടക്കും കല്ലിന്റെ ഇടക്ക്. പോയോൻ ചൂടായിട്ട് കാര്യമില്ല, പോണ്ടിരിക്കണ അതിന് അല്ലേ? ഓ ചൂടാ കുമ്പളങ്ങ കട്ടവും കുഞ്ചു പറഞ്ഞെങ്കിൽ ഞാനതിന് ആളല്ല. ഓൻ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാരല്ല ഓനെ കട്ടണം. കാരണം റിപ്പോർട്ടറുണ്ടോ അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊട്ടു, പ്രശ്നമില്ല. അതല്ല വിഷയം. സ്വന്തം ഔറത്ത് പോലും നോക്കാത്ത ആളാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. എന്നാലോചിച്ചു, അവർ ആ വിഷയത്തിൽ അല്ലാഹുവിനെ എത്ര കണ്ട് ചങ്കിച്ചു, നാണം പ്രകടിപ്പിച്ചു. അതാ പറഞ്ഞ ലാ ഈമാന ലിമൻ ലാ ഹയാ ലഹു, ലാ ഈമാന ലിമൻ ലാ ഹയാ ലഹു. ഈമാനില്ലാത്ത ഒരാൾക്ക്, ലജ്ജയില്ലാത്ത ഒരാൾക്ക് ഈമാനേ ഇല്ല. ആണാവട്ടെ പെണ്ണാവട്ടെ രണ്ടാൾക്കുമാണോ ലജ്ജ? പെണ്ണിന് കുറച്ച് ഏറെ വേണം. പെണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ലജ്ജയുടെ പ്രതിരൂപമാണ്, അത് ലജ്ജയുടെ കേന്ദ്രമാണ്. ലജ്ജ, നാണം, ചങ്കി എന്നത് പെണ്ണിന് ആഭരണമാണ്, അലങ്കാരമാണ്. അവക്കത് മുന്നേ വേണം. അവ ആണുങ്ങളെ പോലെ കുറ്റും കോച്ചും ആക്കിയിട്ട് സ്പീച്ചാക്കാൻ കഴിയ. അവ ആണുങ്ങളെ പോലെ